ഹലോ എവ്രിവൺ, വെൽക്കം ടു Prepwise. നമ്മുടെ ചിന്തയുടെയും ആശയ സംവേദനത്തിൻ്റെ അതായത് കമ്മ്യൂണിക്കേഷൻ്റെയൊക്കെ ഒരു പ്രൈമറി ബേസിസ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണല്ലോ. എപ്പോൾ മുതലാണ് നമ്മൾ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങിയത്? ഒരുപക്ഷെ ജന്മം മുതൽ മരണം വരെയുള്ള കണ്ടിന്യൂസും അതുപോലെ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. അതേപോലെ ലാംഗ്വേജ് എന്നുള്ളത് ആർഗ്യുബിളി ഒരു സിഗ്നിഫിക്കൻറ്റ് ഹ്യൂമൻ ഇൻവെൻഷൻ ആയതുകൊണ്ട് തന്നെ അത് പഠിക്കുക എന്നുള്ളത് വളരെ വേർത്തായിട്ടുള്ളൊരു കാര്യമായിട്ട് വേണം കരുതാൻ. ലുഡ്വിഗ് വിറ്റ്ഗൻസ്റ്റൈൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ളൊരു തത്വചിന്തകൻ പറയുന്നുണ്ട്, എനിക്കെൻ്റെ ഭാഷയിലുള്ള പരിമിതിയാണ് ലോകത്തെ മനസ്സിലാക്കുന്നതിനുള്ള പരിമിതി എന്നുള്ളത്. അപ്പോൾ ഭാഷാ പഠനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു 12th ഗ്രേഡിനൊക്കെ ശേഷം ഒരു ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ UG PG ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് നമുക്ക് താല്പര്യമുള്ള ഒരു മേഖലയിൽ ഒരു തൊഴിൽ കണ്ടെത്താനും അങ്ങനെ ഒരു കരിയറൊക്കെ ബിൽഡ് ചെയ്യുന്നതിന് ഈ ഭാഷാ പഠനം നമ്മളെ സഹായിക്കും. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു 12th ഗ്രേഡിന് ശേഷം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ വ്യത്യസ്ത ലാംഗ്വേജ് കോഴ്സുകൾ എങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയും, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 3 ഏരിയകളായിട്ടാണ് നമ്മളിതിനെ ചർച്ച ചെയ്യുന്നത്. ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, രണ്ടാമത്തത് ഇന്ത്യൻ ലാംഗ്വേജസ്, അതേപോലെ ഫോറിൻ ലാംഗ്വേജസ്. ആദ്യത്തേത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ലോകത്ത് തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതല്ലാതെ തന്നെ നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, ഇതിനൊക്കെയുള്ള മീഡിയമായിട്ട് വർക്ക് ചെയ്യുന്ന ലാംഗ്വേജും ഇംഗ്ലീഷാണ്. ലാംഗ്വേജസിനെ കുറിച്ച് പൊതുവായും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ എടുക്കുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു പൊതുവായ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും റൈറ്റർ അല്ലെങ്കിൽ റിസർച്ചർ ഓർ അല്ലെ ടീച്ചർ എന്നൊക്കെ പറയുന്ന വളരെ ചുരുങ്ങിയ ഏരിയകളിൽ മാത്രമേ പോകാൻ കഴിയൂ എന്നുള്ളതാണ്. പക്ഷേ സ്ഥിതി ഇതല്ല, മറിച്ച് നിങ്ങൾ ലാംഗ്വേജിൽ ഉണ്ടാക്കുന്ന പ്രൊഫഷ്യൻസി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മേഖലയിലും കരിയർ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ലാംഗ്വേജസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഗ്രാമർ, ലാംഗ്വേജ് സ്കിൽസ് ഇത്തരം കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ എക്സസൈസിനനുസരിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട സോഷ്യോളജിക്കലായിട്ടുള്ള, ഹിസ്റ്റോറിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള, ഈവൻ സൈക്കോളജിക്കലൊക്കെ ആയിട്ടുള്ള ആസ്പെക്ട്സിലൂടെയുള്ള അതിലൊക്കെ ഒരു റിഫ്ലക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുകയും അതോടൊപ്പം നമുക്ക് സ്വന്തമായി ഇതുപോലെ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് കൂടി ഇതിൻ്റെയൊക്കെ ഒരു ഒബ്ജക്റ്റീവായിട്ട് ഓരോ കോഴ്സിനും അങ്ങനെ ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. +2 കോഴ്സിന് ശേഷം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ എടുക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് നോക്കാം. BA ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒട്ടനവധി ഓപ്ഷൻസ് കേട്ടിട്ടുണ്ടാവും. നോർമലായിട്ടുള്ള BA ഇംഗ്ലീഷ്, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, BA ഇംഗ്ലീഷ് ഹോണേഴ്സ്, BA ഫങ്ഷണൽ ഇംഗ്ലീഷ്, BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതിൽ ഓരോ കോഴ്സുകൾക്ക് ഇപ്പോൾ നമ്മൾ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ ഉള്ളതോ അതല്ലെങ്കിൽ നോർമലായിട്ടുള്ളതോ അല്ലെങ്കിൽ ഹോണേഴ്സൊക്കെ ആയിട്ടുള്ള ഡിഗ്രികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിന് ഓരോ കോഴ്സിനും ഓരോന്നിൻ്റെതായ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ താല്പര്യവും നമ്മൾ കരിയറിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കൂടി മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ഇത്തരത്തിലൊരു കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്. അപ്പം വളരെ പൊതുവായിട്ട് എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന ഡൗട്ടായിരിക്കും ഈ ഹോണേഴ്സും നോർമൽ ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ഹോണേഴ്സിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി ഒരു ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലേണിംഗ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് വോളിയം ഓഫ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വായിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ് ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഇനി മറ്റ് ഡിഗ്രികളിലേക്ക് വരുമ്പോഴുള്ള കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, വഴിയെ മനസ്സിലാക്കാം. പിന്നെ ഇതിൽ ഏത് ഓപ്ഷൻ എടുക്കുന്ന ആളുകളാണെങ്കിലും അത്യാവശ്യം നന്നായി വായിക്കാനും എഴുതാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ള ആളുകളാണല്ലോ പൊതുവേ ഇത്തരം സബ്ജക്റ്റുകൾ എടുക്കുന്നുണ്ടാവുക. ഓരോ കോഴ്സിനും ഓരോ ഒബ്ജക്റ്റീവ് ഉള്ളതുപോലെ തന്നെ ചെയ്യുന്ന ആളുകളായിട്ടുള്ള നമ്മൾക്കും എന്തുണ്ടാവും, ഒരു കോഴ്സ് എടുക്കുമ്പോൾ അല്ല പല ഒബ്ജക്റ്റീവ്സും ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഇതേപോലെയുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു പോയം അല്ലെങ്കിൽ ഒരു കവിത വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കരുതുക. അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് ഇത് ഏത് രീതിയിലാണ് എഴുതപ്പെട്ടത്, എന്തിനെക്കുറിച്ചാണ്, എഴുതിയ ആൾ എങ്ങനെയാണ് ഇതിനെ കണ്ടത്, അതിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽസ് എങ്ങനെയാണ്, പിന്നെ അതോടൊപ്പം തന്നെ സിമിലറായിട്ട് ഞാൻ ഇതുപോലെയുള്ളൊരു പോയം അല്ലെങ്കിൽ ഒരു കവിത എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് പിന്നെ ഞാനത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓരോ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഇൻസൈറ്റ്സ് നമ്മൾ ഓരോ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഇതിൽ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ ലിറ്ററേച്ചറും അതേപോലെ ഫങ്ഷണൽ ഇംഗ്ലീഷും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ലിറ്ററേച്ചറിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ പിന്നെ ലിറ്റററി തിയറീസ്, പിന്നെ അതിൻ്റെ ഫോണറ്റിക്സ്, ഗ്രാമർ,
പിന്നെ ഡിഫറെൻറ്റ് ലിറ്ററേച്ചേഴ്സ്, ഇപ്പോൾ ആഫ്രിക്കൻ അമേരിക്കൻ അല്ലെ ബ്രിട്ടീഷ് ഇന്ത്യൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഫങ്ഷണൽ ഇംഗ്ലീഷിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ അപ്ലൈഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ കൂടുതലായി പഠിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ മീഡിയ, റൈറ്റിംഗ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, PR, അഡ്വർടൈസിങ്, അതുപോലെയുള്ള ഏരിയകളൊക്കെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഐഡിയലി നമ്മളൊരു കോഴ്സിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി നേരത്തെ പറഞ്ഞ ഡൈവേഴ്സ് ഓപ്ഷനിൽ നിന്ന് വളരെ താല്പര്യമുള്ള ഒരു ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്തു, ചൂസ് ചെയ്തു. അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് എൻ്റർ ചെയ്തു എന്ന് കരുതുക. അങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളുടെ ഓരോ ദിവസവും ഈ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ രസകരവും പ്രൊഡക്റ്റീവും ആയിരിക്കും. കാരണം നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്, നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞാനിതെന്തിനാണ് പഠിക്കുന്നത്, ഇത് പഠിച്ചതുകൊണ്ട് എനിക്കെന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ, അതോടൊപ്പം തന്നെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ക്രിട്ടിക്കലി ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മളുടെ ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക് ഇതിനെ ചാനലൈസ് ചെയ്ത് വിടാൻ വേണ്ടി കഴിയും എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ലിറ്ററേച്ചറിൻ്റെ ഒക്കെ കേസിൽ വരുമ്പോൾ നമ്മളതിലൊരു വർക്ക് വായിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും എൻഗേജ് ചെയ്യുന്ന സമയത്ത് ഈ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സിസ്റ്റിംഗ് നോളജ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയും, ഇത് വായിക്കുന്ന സമയത്ത് തന്നെ റൈറ്റിംഗ് സ്റ്റൈൽസിനെ കുറിച്ചും അറിയാത്ത ടെർമിനോളജീസ്, ഇപ്പോൾ സ്റ്റാൻസ, ഐറണി അല്ലെങ്കിൽ ഫിഗറേറ്റീവ് ലാംഗ്വേജ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് അറിയാത്തതൊക്കെ കൂടുതൽ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മുമ്പോട്ട് പോവുകയാണ് ചെയ്യുക. ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇപ്പോൾ ലിറ്ററേച്ചറൊക്കെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ ഇതിനെ പൊതുവേ നമ്മൾ രണ്ടായും പറയാറുണ്ട്. ഇതൊരു ആർട്ടും അതേപോലെ സയൻസുമാണ്. അപ്പോൾ കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റായി പ്രൊഡക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കിതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ടൊക്കെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ നമ്മൾ UGക്ക് ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പൊതുവായിട്ട് നമ്മൾ കാണുന്ന സിലബസിലെ കരിക്കുലത്തിൻ്റെ രീതി എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം CBCS എന്നൊക്കെ പറയുന്നതിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കോറായിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ടാവും. അതല്ലാതെ തന്നെ ഇലക്റ്റീവ്സ് ഉണ്ടാവും, പിന്നെ നമ്മളുടെ സ്കിൽസ് എൻഹാൻസ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഉണ്ടാവും. അങ്ങനെ കുറച്ചധികം പേപ്പേഴ്സ് പഠിക്കാനുണ്ടാവും. ഇംഗ്ലീഷിൻ്റെ പേപ്പേഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസിലുള്ള ടൈം ഫ്രെയിമിലുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പം ഫ്രം ഏർലി ടു മോഡേൺ, അതേപോലെ തന്നെ പിന്നെ ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ലിറ്ററേച്ചർ, വെസ്റ്റേൺ, പിന്നെ ബ്രിട്ടീഷ്, അമേരിക്കൻ, ആഫ്രിക്കൻ, ഇതുപോലെയുള്ള കാര്യങ്ങളും, അതോടൊപ്പം തന്നെ ലിറ്റററി തിയറീസ്, ക്രിറ്റിസിസം, പിന്നെ റൈറ്റിംഗ് മായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയകൾ, റൈറ്റിംഗ് എൻഹാൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ്, ഇതൊക്കെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ്, ഏതൊക്കെ പിന്നെ യൂണിവേഴ്സിറ്റീസാണ് പ്രധാനമായിട്ടും ഈ കോഴ്സുകൾ നൽകുന്നത്. ഇപ്പോൾ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ കണക്കിലെടുത്ത് അതിൽ കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ അധിക യൂണിവേഴ്സിറ്റികളിൽ ആ കോഴ്സ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ്, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക, സിലബസ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് കൃത്യമായിട്ട് ആ സിലബസിനെ മനസ്സിലാക്കിയിട്ട് ഇതെൻ്റെ ഒബ്ജക്റ്റീവിനനുസരിച്ച രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് ഉറപ്പായതിന് ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടത്. ഇംഗ്ലീഷിലുള്ള ഒരു പിന്നെ UG അല്ലെങ്കിൽ PG എന്നൊക്കെ പറയുന്നത് ഒരു നോൺ വൊക്കേഷണൽ കോഴ്സാണ്. എങ്കിലും നമ്മൾ പഠന കാലയളവിൽ ഉണ്ടാക്കിയെടുക്കുന്ന സ്കിൽസ്, എക്സ്പെർട്ടീസ്, ഇവ ഉപയോഗിച്ചുകൊണ്ട് ഒരു വെൽ റൗണ്ടഡ് ആയിട്ടുള്ള CV ക്രിയേറ്റ് ചെയ്യാനും പഠനം കഴിയുമ്പോഴേക്കും ഒരു നല്ല ജോലിയിലേക്ക് എത്താൻ വേണ്ടി കഴിയും. അപ്പോൾ നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരുപാടധികം ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് പിന്നെ അവിടെയുള്ള ഒരുപാട് ലാംഗ്വേജ്, ഫിലിം, മ്യൂസിക്, റേഡിയോ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൊസൈറ്റീസ് ഉണ്ടാവും, ഗ്രൂപ്പ്സ് ഉണ്ടാവും, ക്ലബ്സ് ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ പഠിച്ച് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് എഴുതാനും അതിലൊക്കെ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം ഇൻറ്റേൺഷിപ്സ്, കോൺട്രാക്റ്റ് വർക്ക്സ്, പിന്നെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ല കരിയറിലേക്ക് എത്താൻ വേണ്ടി കഴിയും. സ്ലൈഡിൽ കൊടുത്തിട്ടുള്ള ഓരോന്നോരോന്നായി ഞാൻ എണ്ണി പറയുന്നില്ല. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആർ എനോമസ് ആൻഡ് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്കിൽസ് ആൻഡ് എക്സ്പെർട്ടീസ്. പിന്നെ ഈ ഒരു മേഖലയിൽ അവസാനമായിട്ട് പറയാനുള്ളത്, ഇതിലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ലാംഗ്വേജ് ഓഫ് ചോയ്സ്, അതുപോലെ നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, ഇപ്പം ലിറ്ററേച്ചർ ആവാം, അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സ് ആവാം, ട്രാൻസ്ലേഷൻ ആവാം, എന്നീ കാര്യങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അതോടൊപ്പം ഇതിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നതിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട പൊതുവായ കാര്യങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ ഇനിയുള്ള പാർട്ടിൽ എന്ത് ചെയ്യുന്നില്ല, അത്തരം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയില്ല. മറിച്ച് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും പിന്നെ ഇന്ത്യൻ ലാംഗ്വേജസും അതുപോലെ ഫോറിൻ ലാംഗ്വേജസുമാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ ഇന്ത്യൻ ലാംഗ്വേജസിലാണ് ഇനി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ലാംഗ്വേജസിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള പിന്നെ ക്ലാസിഫിക്കേഷൻസ് കാണാൻ വേണ്ടി കഴിയും.
ഇപ്പോൾ ലാംഗ്വേജ് ഫാമിലീസ് എന്ന് പറഞ്ഞിട്ട് ഇൻഡോ ആര്യൻ, ദ്രവീഡിയൻ, ടിബറ്റോ ബർമൻ, ആൻഡമാനീസ് എന്നൊക്കെ പറയുന്നത്. അതോടൊപ്പം തന്നെ ക്ലാസിക്കൽ സ്റ്റാറ്റസ് ഉള്ള തമിഴ്, കന്നഡ, സാൻസ്ക്രിറ്റ്, മലയാളം, ഒഡിയ, തെലുഗു അങ്ങനെയൊക്കെ പറയുന്ന ക്ലാസിഫിക്കേഷൻസ് നമുക്ക് കാണാം. ഇതിൽ തന്നെ കേരളത്തിൽ നിന്ന് പിന്നെ ഒരു +2 ഒക്കെ കഴിഞ്ഞ് പിന്നീട് UG അല്ലെ PG ക്കൊക്കെ പോകുന്ന ആളുകൾ പൊതുവെ എടുക്കാറുള്ളത് ഒന്നുകിൽ അവർ സ്കൂൾ ടൈംസിൽ പഠിച്ചിട്ടുള്ള ലാംഗ്വേജ് എന്നുള്ളതിൻ്റെ ഒരു ബേസിസിലായിരിക്കാം. അതല്ലാതെ മറ്റെന്തെങ്കിലും റീസൺസോ അല്ലെങ്കിൽ കാരണങ്ങൾ കൊണ്ട് എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ഒരു ഏരിയയിൽ അതൊരു ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷനായിട്ട് പൊതുവെ എടുക്കുന്നത് കാണാറുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ലാംഗ്വേജസ് ആയിട്ട് പൊതുവെ കാണാറുള്ളത് ഒബ്വിയസ്ലി മലയാളം, പിന്നെ ഹിന്ദി, ഉറുദു, തമിഴ്, സാൻസ്ക്രിറ്റ് പോലെയുള്ള ലാംഗ്വേജസ് ആണ്. അപ്പോൾ ഇന്ത്യൻ ലാംഗ്വേജസിലുള്ള ഏതൊരു പിന്നെ ലാംഗ്വേജ് നമ്മളൊരു UG സബ്ജക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാലും പ്രധാനമായിട്ട് പഠിക്കാനുണ്ടാവുന്നത് പിന്നെ അതിലുള്ള ഒരു ഹിസ്റ്ററി ഓഫ് ദാറ്റ് ലാംഗ്വേജ്, പിന്നെ അതേപോലെ അതിൻ്റെ ഒരു ഇവല്യൂഷൻ, പിന്നെ ഡിഫറെൻറ്റ് ഫോംസ്, അതായത് പോയട്രി, പ്രോസ്, പ്ലേസ്, പിന്നെ മറ്റ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എലമെൻറ്റ്സ്, അതിൻ്റെ ലിറ്റററി തിയറീസ്, ക്രിറ്റിസിസംസ്, ഇതുപോലെയുള്ള ഒട്ടനവധി ഏരിയകളായിരിക്കും ഒരു UG സബ്ജക്റ്റിലൊക്കെ ബേസിക്കായിട്ട് പഠിക്കുന്നത്. പിന്നീട് അതിൽ അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള റിസർച്ച്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ മെൻഷൻസും നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇതിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റീസെൻ്റ്ലി ഉള്ള പല ഡെവലപ്മെൻറ്റ്സും കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇന്ത്യൻ ലാംഗ്വേജസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെഷേഴ്സ് സെൻട്രൽ ഗവൺമെൻറ്റും മറ്റ് ഗവൺമെൻറ്റുകളൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ ഭാവിയിൽ ഇതിൻ്റെ സാധ്യതകൾ കൂടുകയും ഈ ഒരു ഏരിയയിൽ ഹയർ എഡ്യൂക്കേഷനും അതല്ലാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ സ്ലൈഡിൽ കാണുന്ന പിന്നെ ഏരിയകളൊക്കെ പൊതുവായിട്ട് ഏത് ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്കും പോകാൻ വേണ്ടി കഴിയുന്നതാണ്. ഇതിൽ മലയാളം ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിലുള്ള ഡിഫറെൻറ്റ് മീഡിയ അല്ലെങ്കിൽ അഡ്വർടൈസിങ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂ മീഡിയ, പ്രിൻ്റ്, പിന്നെ അതുപോലെ വിഷ്വൽ അല്ലെ ബ്രോഡ്കാസ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാനൽസ്, ഇതിലൊക്കെ നമുക്കൊരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ വേണ്ടി കഴിയും. അതല്ലാതെ തന്നെ പോപ്പുലർ പിന്നെ ആർട്സ് ആയിട്ടുള്ള സിനിമ, പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയും വലിയൊരു അവസരങ്ങളാണ് തുറന്നു തരുന്നത്. അതോടൊപ്പം ബ്യൂറോക്രസിയിലൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, ഇപ്പോൾ സിവിൽ സർവീസ് എഴുതുന്ന ആളുകളാണെങ്കിൽ മലയാളം ഒരു ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് എടുക്കുകയും സിവിൽ സർവീസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നതും വളർന്നു വരുന്നതിലൊരു ഒരുപാട് അവസരങ്ങൾ തുറന്നു തരുന്ന ഒരു മേഖല കൂടിയാണ്. ഇതിൽ എഴുത്ത്, പിന്നെ അതുപോലെ സംസാരമൊക്കെ പോലെയുള്ള ക്രിയേറ്റീവ് എക്സ്പ്രഷൻസിന് അല്ല അതിലുള്ള കരിയറുകൾക്ക് പുറമെ തന്നെ റിസർച്ച്, ടീച്ചിങ് എന്നൊക്കെ പറയുന്നത് വളരെയധികം സാധ്യതകളുള്ള ഏരിയയാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ റിസർച്ചിലേക്കൊക്കെ വരുമ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള, ഇപ്പോൾ ചില ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒക്കെ പേര് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബുദ്ധിസ്റ്റ് സ്റ്റഡീസ്. അപ്പോൾ ഇതിൽ ഈ ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെ അവരുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർ ഡിസിപ്ലിനറി റിസർച്ചറായി മാറാനും നിങ്ങൾക്ക് കഴിയും. പിന്നെ രണ്ടാമത്തത്, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പഠിപ്പിക്കുക എന്നുള്ളൊരു കരിയറിലേക്കും കൂടെ നമുക്ക് എത്താൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ നമ്മൾ സംസാരിച്ച പല ലാംഗ്വേജസിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. അടുത്തതായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫോറിൻ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഗ്ലോബലൈസ്ഡ് വേൾഡ്, പിന്നെ വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലീഷയായിട്ട് പറഞ്ഞു പോകുന്നില്ല. നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഗ്ലോബലൈസ്ഡ് ഇക്കോണമി, ഇമിഗ്രേഷൻ, അതേപോലെ സ്റ്റഡി അബ്രോഡ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാന ട്രെൻഡ് എന്ന് പറയുന്നത് സ്റ്റുഡൻസും പാരൻസും ഒക്കെ കൂടുതലായി ഫോറിൻ ലാംഗ്വേജസ് പഠിക്കുന്നതിനോടും അതിനനുസരിച്ച് പുറത്തൊക്കെ പോയി പിന്നെ പഠിക്കാനും ജോലി ചെയ്യാനൊക്കെ ഉള്ള താല്പര്യങ്ങളെ കൂടുതൽ പോപ്പുലറൈസ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോറിൻ ലാംഗ്വേജ് ഒരു സബ്ജക്റ്റായിട്ട് എടുത്ത് പഠിക്കുന്നതിന് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള റീസൺസ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഒരു അറബിക് ലാംഗ്വേജ് എടുത്തിട്ട് അറബിക് സ്പീക്കിംഗ് കൺട്രീസിലേക്ക് പോയി അവിടെ ഒരു ജോലി നേടാനായിരിക്കാം, അല്ലെങ്കിൽ അവിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം, അതല്ലെങ്കിൽ അവിടുത്തെ കൾച്ചർ ആൻഡ് സിവിലൈസേഷനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി ഈ ഒരു കോഴ്സ് ചെയ്യുന്നതുമായിരിക്കാം. ഫോറിൻ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട പഠനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒട്ടനവധി പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ ഫുൾ ടൈം ആയിട്ടുള്ള UG, PG പ്രോഗ്രാംസ് മുതൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ കഴിയുന്ന പ്രോഗ്രാംസ്, അതോടൊപ്പം തന്നെ എംബസീസ് അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെ കൾച്ചറൽ സെൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ലാംഗ്വേജ് കോഴ്സസ്, പിന്നെ പല പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ, പിന്നെ ഇവയ്ക്കൊക്കെ പുറമെ ഇപ്പോൾ ലാംഗ്വേജിൽ എക്സ്പെർട്ടീസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആളുകളുടെ 1-on-1 പിന്നെ ടീച്ചിങ്, ഇങ്ങനെയുള്ള ഒട്ടനവധി ഓപ്ഷൻസ് ഉണ്ട്. ഏത് ഓപ്ഷൻ എടുക്കുകയാണെങ്കിലും നമ്മളൊരു പുതിയ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. അതിന് കൃത്യമായിട്ട് ഒരു സമയമെടുത്ത് നന്നായിട്ട് അധ്വാനിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഭാഷ സ്വായത്തമാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതിൻ്റെ ലെറ്റേഴ്സ് മുതൽ
പിന്നെ അതിനുശേഷം ഇതിൻ്റെ സെൻറ്റൻസസ്, ഗ്രാമർ, അതിൻ്റെ റൈറ്റിംഗ് സ്റ്റൈല്, പിന്നെ അതിലെങ്ങനെ സംസാരിക്കാൻ വേണ്ടി പറ്റും, ഇതൊക്കെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഫോറിൻ ലാംഗ്വേജസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഭാഷകൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ 4 ടോപ്പ് ലാംഗ്വേജസ് എന്നുള്ള നിലക്ക് ഫ്രഞ്ച്, അറബിക്, സ്പാനിഷ് ആൻഡ് ചൈനീസ് ഇതൊക്കെയാണ് വരുന്നത്. അതല്ലാതെ തന്നെ പോർച്ചുഗീസ്, ലാറ്റിൻ, ഇറ്റാലിയൻ ആൻഡ് കൊറിയൻ ഇതുപോലെയുള്ള ലാംഗ്വേജസിനും ഇപ്പം കൂടുതൽ പ്രചാരം കിട്ടുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഓപ്ഷൻസാണ് ഇപ്പം കണ്ടുവരുന്നത് ജാപ്പനീസ് ആൻഡ് ജർമ്മൻ എന്ന് പറയുന്നത്. പിന്നെ ഏഷ്യൻ ലാംഗ്വേജസ് ആയിട്ടുള്ള ടർക്കിഷ്, പേർഷ്യൻ ഭാഷ, ഇൻഡോനേഷ്യൻ, മംഗോളിയൻ, ടിബറ്റൻ അതുപോലെയുള്ള ലാംഗ്വേജസ്. പിന്നെ ഈസ്റ്റേൺ യൂറോപ്യൻ ഭാഷകളായിട്ടുള്ള പോളിഷ്, ബൾഗേറിയൻ, റൊമേനിയൻ, ഹംഗേറിയൻ പോലെയുള്ള ഭാഷകൾ. അതോടൊപ്പം സെൻട്രൽ യൂറോപ്യൻ ഭാഷകളായിട്ടുള്ള ഡച്ച്, കാറ്റലൻ, സ്കാൻഡിനേവിയൻ തുടങ്ങിയൊക്കെ ഫാൾ ഇൻ ടു ദിസ് കാറ്റഗറി. പിന്നെ നോർഡിക് ലാംഗ്വേജസ് ആയിട്ടുള്ള ഡാനിഷ് ആൻഡ് സ്വീഡിഷ് ഒക്കെ പിന്നെ ഇംഗ്ലീഷ് സ്പീക്കേഴ്സിന് എളുപ്പം പഠിക്കാൻ പറ്റുന്നത് കൂടിയാണ്. ഫോറിൻ ലാംഗ്വേജസ് പഠിക്കുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മൾ എന്താണ് ഇതിലേക്ക് ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ട്രാവലിംഗ് ആവാം, അല്ലെങ്കിൽ ഹോബീസ് ആവാം, അതല്ലെങ്കിൽ മ്യൂസിക്, മൂവീസ്, ലിറ്ററേച്ചർ ഇതൊക്കെ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയാകാം. ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് നേട്ടമുണ്ടാക്കണമെങ്കിൽ ഒന്ന് ഈ ഒരു അക്കാഡമിക് ഡിഗ്രി, ലൈക്ക് നമുക്കൊരു UG അല്ലെങ്കിൽ PG ഇതുപോലെയുള്ള ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത്, അതോടൊപ്പം തന്നെ പഠന കാലയളവിലുള്ള എഫേർട്ട് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഫിഷ്യൻസി, അത് വെർബലിലാവാം അല്ലെങ്കിൽ റിട്ടണിലാവാം, ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഈ ലാംഗ്വേജ് പഠിച്ചതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. പഠിച്ചിട്ടുള്ള ലാംഗ്വേജിലുള്ള ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു ക്രിയേറ്റീവ് എലമെൻറ്റ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു, അത് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഒരുപാട് ഏരിയകൾ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള, ഇപ്പോൾ ബിസിനസ് ഫീൽഡിലാണെങ്കിൽ തന്നെ ഇപ്പം BPOs, KPOs, IT ഫീൽഡ്, ഹെൽത്ത് കെയർ, പിന്നെ ഹോസ്പിറ്റാലിറ്റി, മീഡിയ ഓൾറെഡി പറഞ്ഞു, ഇതുപോലെ തുടങ്ങിയ ഒട്ടനവധി ഫീൽഡുകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. +2 ശേഷം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇന്ത്യൻ ലാംഗ്വേജസ് അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജസിലുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജൊക്കെ ഹയർ ലേണിംഗ് ആയിട്ട് എടുത്ത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോകാൻ കഴിയുന്ന ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ IFLU, JNU, ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ തുടങ്ങിയ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വളരെ നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഈ വർഷം വരെ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ അവരുടേതായിട്ടുള്ള സെലക്ഷൻ ക്രൈറ്റീരിയയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം 2021 മുതൽ ഇന്ത്യയിലെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും ഒരൊറ്റ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന പേരിൽ CUCET എന്ന പേരിൽ ഒരു എൻട്രൻസ് അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 2 പാർട്ടായിട്ട് നടത്തുന്ന ഈ ഒരു എക്സാമിൽ ഒരു ജനറൽ പേപ്പറും അതോടൊപ്പം തന്നെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള പേപ്പറും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ഒരു എൻട്രൻസിന് വേണ്ടി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ അപ്ലൈ ചെയ്യുകയും അത്യാവശ്യം നല്ല കോമ്പറ്റീഷനും ആയിരിക്കും. അപ്പം കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടി കഴിയുന്നത്. ഫൈനലി പറയാനുള്ളത് ലാംഗ്വേജസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതിലേക്കുള്ള അഡ്മിഷൻ, പിന്നെ CUCETൻ്റെ പിന്നെ നോട്ടിഫിക്കേഷൻ, അപ്ലിക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, ഇതൊക്കെ കൃത്യസമയത്ത് തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രെപ്വൈസിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു ലാംഗ്വേജ് കോഴ്സ് എടുത്ത് അതിലൊരു കരിയർ ബിൽഡ് ചെയ്യണമെന്നുള്ള ആ ഒരു സ്വപ്നത്തെ ആക്ച്വലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ കണ്ട് പ്രെപ്വൈസിൻ്റെ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്.